സൈക്കിൾ. ഒരു റൗണ്ട് ചവിട്ടിയ എല്ലാ സങ്കടങ്ങളും അലിയിച്ച് കളയുന്ന പാർവതിയുടെ കൂട്ടുകാരി ഇത് തന്നെയാണ്. അയ്യോ, പണി പാളിയോ? അത്താഴം പോലും കഴിച്ചില്ല. എന്താ നിങ്ങളുടെ മനസ്സില്? എന്നോട് പറഞ്ഞുകൂടെ? അമ്പലത്തിൽ വെച്ച് ജലജയെ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ? അവൾ പറഞ്ഞു തന്നെ എന്റെ മനസ്സിൽ. തുണി കയറ്റി അയക്കുന്ന കമ്പനിയിൽ ജോലിക്ക് പോയാൽ വലിയ കഷ്ടപ്പാടായിരിക്കും അത്രേ. അത് കേട്ടപ്പം മുതൽ ഒരു സമാധാനവുമില്ല എനിക്ക്. നമ്മുടെ പാറു. ജലജ അവളുടെ കമ്പനിയിലെ കാര്യമല്ലേ പറഞ്ഞത്? എല്ലാ കമ്പനിയും ഒരുപോലെ ആകില്ലല്ലോ. പാറുവിന് അവിടെ കഷ്ടപ്പാടാണെങ്കിൽ ഫോൺ വിളിക്കുമ്പോ അവള് നമ്മളോട് പറയില്ലേ? നിങ്ങൾ വന്ന് അത്താഴം കഴിക്ക. എനിക്ക് വേണ്ടടി. കേട്ടതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് പാറുവിനോട് തന്നെ അച്ഛൻ ചോദിച്ചു നോക്ക്. ഹലോ അച്ഛാ. അവള് പറയുന്നത് എനിക്കും കേൾക്കണം. ഞാൻ സ്പീക്കർ ഓൺ ചെയ്യാം. അത്താഴമൊക്കെ കഴിച്ചാച്ചാ? കഴിച്ചു മോളെ. ഇല്ല പാറു, നിന്റെ അച്ഛൻ കള്ളം പറയുവാ. ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. അതെന്താ അച്ഛാ അച്ഛനൊന്നും കഴിക്കാത്തത്? മോളെ, കിഴക്കേലെ ജലജയെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. അവിടെ ടൗണിൽ ഏതോ തുണിക്കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നത്. നിനക്കും തുണിക്കമ്പനി ജോലി കിട്ടുകാരും ഞാൻ പറഞ്ഞു. തുണിക്കമ്പനിയും ജോലിക്ക് പോയാ ആദ്യമൊക്കെ വലിയ കഷ്ടപ്പാടായിരിക്കുമെന്ന് അവള് പറഞ്ഞേ. നീ തയ്യൽ ജോലിക്കല്ലേ പോയത്, പക്ഷേ ആദ്യമൊന്നും തയ്യൽ ജോലി തരത്തില്ലെന്ന് അവൾ പറഞ്ഞത്. തയ്യൽ ജോലി ഒഴികെ ബാക്കി എല്ലാ ജോലിയും ചെയ്യിക്കുമെന്ന്. തൂപ്പു ജോലി വരെ ചെയ്യിക്കുമത്രേ. അയ്യോ, അതൊന്നും അച്ഛൻ വിശ്വസിക്കണ്ട. എനിക്കിവിടെ തൂപ്പ് ജോലിയൊന്നും ചെയ്യണ്ട. കണ്ടോ, തയ്യൽ ജോലി തന്നെയാ കിട്ടിയത്. ഞാൻ തയ്ച്ചതൊക്കെ സാറിന് ഇഷ്ടായി. അതുകൊണ്ട് തന്നെ സാറിന് എന്നെ വലിയ കാര്യ, എന്നോട് വലിയ സ്നേഹ. എന്നെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അതൊന്നും അച്ഛൻ ശ്രദ്ധിക്കാൻ പോവണ്ട. മനസ്സ് വിഷമിപ്പിച്ച് ആഹാരം കഴിക്കാതിരിക്കുകയും ചെയ്യരുത്. അച്ഛന്റെ പാറുവിനെ അച്ഛൻ അറിയില്ലേ? ഈ ചട്ടമ്പി പാറുവിനെ കഷ്ടപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയോ? ചട്ടമ്പി പാറു. ഇനി നാളെ വിളിക്കാം മോളെ. ഇപ്പൊ സമാധാനമായല്ലോ. ഇനി അത്താഴം കഴിച്ചുകൂടെ? വാ കഴിക്ക്. വാ. അവളുടെ കഷ്ടപ്പാടുകൾ അവൾ അവളുടെ വീട്ടുകാരോട് പോലും പറയുന്നില്ല. എല്ലാം ഒറ്റയ്ക്ക് സഹിക്കുക. പാവം. ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്. സ്വന്തം സൈക്കിള് ഗിഫ്റ്റായി കിട്ടിയ അവൾക്ക് ഉറപ്പായിട്ടും എന്നോട് ഇഷ്ടം തോന്നും. എന്താ കണ്ണൻ ചേട്ടാ? എന്താ പ്രശ്നം? ഒരു കള്ളൻ. കള്ളനോ? എവിടെ? അവിടെ കള്ളൻ കള്ളൻ ജനചേട്ടാ, ജനചേട്ടാ, കള്ളൻ കള്ളൻ കള്ളൻ. ഓടി വന്നേ, ഓടി വന്നേ, കള്ളൻ കള്ളൻ കള്ളൻ. അവൻ
ദേ അങ്ങോട്ട് ഓടിയത്. നിക്കണവിടെ. ഇവിടെ. അവൻ ഇങ്ങോട്ടല്ല ഓടിയത്. അതിനകത്തുണ്ട് ആള്. അവൻ ഈ വഴി ഓടിയത്. ആരാ? അയ്യോ, അവിടെ നിക്ക്. ഫോറിന്റെ സൈക്കിൾ അവിടെ വെക്ക്. ഇടടോ. വിട്. പുതിയ MD-ക്ക് നിങ്ങളോടെന്തോ പറയാനുണ്ടത്രേ. ഇരിക്കും മോനെ. മോനിവരോട് എന്താ പറയാനുള്ളത്? പറഞ്ഞോ. ആദ്യം പറയാനുള്ളത് നിങ്ങളോടാ. എന്നെ മോനെന്ന് വിളിക്കരുത്. ഇത് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കാര്യം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറയുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഹെഡും ഈ സൈഡിലേക്ക് നിൽക്കണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബലൂണും സൂചിയും തരാൻ പോവാ. ബലൂണും സൂചി എന്തിന്? പറയാം. രഘു, എല്ലാവർക്കും കൊടുത്തു. രഘു ഒരെണ്ണം എടുക്ക്. എല്ലാവരും ഇനി ബലൂൺ ഊതി വീർപ്പിക്കാം.